കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന രീതിയിൽ കൈകൊട്ടിക്കളി പാട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രവണത എന്ന് പറഞ്ഞാൽ വ്യക്തിപൂജ തന്നെയാണ്, യാതൊരു സംശയമില്ല. നായനാരുടെ 3 സർക്കാരും അച്യുതാനന്ദൻ്റെ 1 സർക്കാരും LDF സർക്കാരുകളാണ്. പക്ഷേ പിണറായി വിജയൻ വന്ന് 2ാമത്തെ കൊല്ലം മുതൽക്ക് പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞാൽ അതിൽ പോലും അദ്ദേഹത്തെ ഒന്ന് മുന്നോട്ട് കയറ്റിവെക്കുന്ന ഒരു പ്രവണത അവിടെ നിന്ന് കണ്ടു. മുഖ്യമന്ത്രി ഒഴിച്ചാൽ വേറെ ആർക്കും ഒരു തീരുമാനം എടുക്കാനുള്ള കെൽപ്പോ ത്രാണിയോ ഇല്ല. അതെടുക്കാനുള്ള അമ്പിയർ ഇല്ലാത്തവരാണ് മന്ത്രിമാർ. അത് വലിയൊരു പരാധീനതയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ധൂർത്തിന് ആർഭാടത്തിന് യാതൊരു കുറവുമില്ല. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിപ്രതിപത്തി ഈ സർക്കാരിനെ കുറിച്ചുമുണ്ട്. അല്ലാതെ പിണറായി വിജയനെ നേതൃസ്ഥാനത്ത് മാറ്റാനോ മരുമകന് ഇപ്പോഴുള്ള ഒരു പ്രാധാന്യം കുറയ്ക്കാനോ അത്ര എളുപ്പമല്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുകയാണ്. വളരെ ഉജ്ജ്വലമായ അവകാശവാദങ്ങളോടെയും പ്രഖ്യാപനങ്ങളോടെയും മുഖ്യമന്ത്രി തന്നെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ചു. ഏതായാലും തുടർഭരണം ലക്ഷ്യമിട്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇടത് സർക്കാർ എന്നാണ് അവരുടെ എല്ലാം തന്നെ അവകാശവാദവും ആത്മവിശ്വാസവും. എന്നാൽ ഈ അടുത്തായി ഉടലെടുത്തിരിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ, കഴിഞ്ഞ കുറേ നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, ഇനി വരാൻ പോകുന്ന വെല്ലുവിളികൾ, അത് ഏതൊക്കെ വിധത്തിൽ പിണറായി വിജയനെയും കൂട്ടരെയും ബാധിക്കും? അവർക്കതിനെയെല്ലാം തന്നെ തരണം ചെയ്ത് വീണ്ടും ഭരണം പിടിക്കാൻ സാധിക്കുമോ? ഇപ്പോഴത്തെ സാധ്യതകൾ എന്തൊക്കെ? നമുക്ക് നോക്കാം. ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിലെ കാര്യങ്ങൾ അങ്ങേയും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എങ്ങനെ തോന്നുന്നു? ഈ 4ാം വാർഷികം ആഘോഷിച്ചിരിക്കുകയാണ്. 5ാം വർഷത്തിലേക്ക് വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പോകുന്നതെന്നാണ് പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ അവകാശവാദം അങ്ങനെ തന്നെയാണ്. അങ്ങയുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? അല്ല, 4 വർഷമല്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹം 9 വർഷം പൂർത്തീകരിച്ചു മുഖ്യമന്ത്രി. അതെ, 5 വർഷം ആദ്യത്തെ ടൈമിൽ തുടർച്ചയായിട്ട് 9 വർഷം പൂർത്തീകരിച്ച് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. മാത്രമല്ല, വരുന്നത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 3 തെരഞ്ഞെടുപ്പുകളുണ്ട്. ഒന്ന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നാലെ നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നുണ്ട്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ. അതിന് പിന്നാലെ ശരിക്കുള്ള ഫൈനൽ എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലാണ് ഇതിൻ്റെ സർക്കാരിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് നടക്കുക. സാധാരണഗതിയിൽ 4 വർഷം പൂർത്തീകരിച്ച ഒരു ഭരണാധികാരിക്ക് ഇത്ര ആത്മവിശ്വാസം തോന്നേണ്ട കാര്യമില്ല. കാരണം 5 കൊല്ലത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന പോലെ തന്നെ 5 കൊല്ലത്തിൽ ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ളതും കേരളത്തിൽ ഒരു നാട്ടുനടപ്പാണ്, കീഴ്വഴക്കമാണ്. ഒരു തുടർ ഭരണം ഉണ്ടാകുക എന്നുള്ളത് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതിനേക്കാൾ മികച്ച സർക്കാരുകൾക്ക് പോലും തുടർ ഭരണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കവേ ഇദ്ദേഹത്തിൻ്റെ തുടർ ഭരണം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ തുടർച്ചയായ ഭരണം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകാൻ കഴിയും. ഏതാണ്ട് പശ്ചിമ ബംഗാളിലും മറ്റുമൊക്കെ CPM എതിരില്ലാതെ 35 കൊല്ലം ഭരിച്ചു എന്ന് പറയില്ലേ, അതുപോലൊരു പരിണതിയിലേക്ക് കേരളം പോകുന്നു എന്ന ഒരു തോന്നലുണ്ടാക്കാൻ ഇദ്ദേഹത്തിനും സർക്കാരിനും സാധിച്ചിട്ടുണ്ട്. അത് ഭരണത്തിൻ്റെ മേന്മ കൊണ്ടല്ല, ഭരണം തീരെ മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന മറ്റ് പല സർക്കാരുകളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട ഭരണം തന്നെയാണ് ഈ ഭരണം. കാരണം UDFും മറ്റും ഭരിക്കുന്ന സമയത്തുള്ള പോലെ ഭയങ്കരമായ അഴിമതി, അതിഭയാനകമായ അഴിമതി. ഈ സർക്കാരിൽ അഴിമതി ഇല്ലെന്നല്ല, ഈ അഴിമതിയുണ്ട്, കെടുകാര്യസ്ഥതയുണ്ട്. പക്ഷേ മറ്റതുപോലെയുള്ള ഭയങ്കരമായ അഴിമതിയോ അതിഭയങ്കരമായ കെടുകാര്യസ്ഥയോ അതിനേക്കാൾ ഉപരി സാമുദായിക പ്രീണനമോ ഇല്ല. ഇപ്പോഴും പ്രീണനം ഇല്ലെന്നല്ല പറഞ്ഞത്. UDFിൻ്റെ സമയത്ത് നമുക്കറിയാം, ജാതി മത അടിസ്ഥാനത്തിലാണ് ഭരണം. മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് ജാതി അടിസ്ഥാനത്തിലാണ്, വകുപ്പുകൾ തീരുമാനിക്കുന്ന ഭരണാടിസ്ഥാനത്തിൽ ഈ ജാതി മത അടിസ്ഥാനത്തിലാണ്. പിന്നെ ചില ഘടകകക്ഷികൾ ഇത് അവർക്ക് കിട്ടുന്ന വീതിച്ച് കിട്ടുന്ന വകുപ്പുകൾ അതാത് സമുദായങ്ങളുടെ താല്പര്യത്തിനും ക്ഷേമത്തിനും മാത്രമായിട്ട് വിനിയോഗിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഫണ്ട് പരിപൂർണമായിട്ടും 1-2 ജില്ലകളിൽ മാത്രമായിട്ട് ചുരുങ്ങിപ്പോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്തില്ല. അങ്ങനെ ഒരു സൗകര്യം ഈ സർക്കാരിനുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്ത് സർക്കാരിൻ്റെ ഭരണത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ കാണുന്നത് 1ാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് കഴിവ് കുറഞ്ഞ, കാര്യശേഷി കുറഞ്ഞ ആളുകളാണ് ഇത്തവണ മന്ത്രിമാരായിട്ടുള്ളത്. 1ാം പിണറായി സർക്കാരിൽ കഴിവ് തെളിയിച്ച, പ്രാപ്തി തെളിയിച്ച, അല്ലെങ്കിൽ ജനോപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന്
നമ്മളെ ബോധ്യപ്പെടുത്തിയ മന്ത്രിമാരാരും തന്നെ ഈ മന്ത്രിസഭയിലില്ല. തോമസ് ഐസക് ആവട്ടെ, ജി സുധാകരനാവട്ടെ, ശൈലജ ടീച്ചറാകട്ടെ, അങ്ങനെ കഴിവും കാര്യക്ഷമതയുള്ള എ കെ ബാലൻ മുതലായവരാരും തന്നെ ഇല്ല. രവീന്ദ്രനാഥ് ഇല്ല. ആ സ്ഥാനത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ശിവൻകുട്ടിയാണ്. ശൈലജ ടീച്ചറുടെ സ്ഥാനത്ത് വീണ ജോർജാണ്. അതുപോലെ തോമസ് ഐസക്കിൻ്റെ സ്ഥലത്ത് ബാലഗോപാലാണ്. ജി സുധാകരൻ്റെ സ്ഥലത്ത് മുഹമ്മദ് റിയാസാണ്. അങ്ങനെ ഏത് നിലക്കും 3-4 കൽപ്പട താഴെ നിൽക്കുന്ന ആളുകളാണ് ഇത്തവണ മന്ത്രിമാരായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരാധീനതയുണ്ട്. തീരെ കാര്യപ്രാപ്തിയില്ലാത്ത കർമ്മകുശലരല്ലാത്ത ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ളൊരു മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രി ഒഴിച്ചാൽ വേറെ ആർക്കും ഒരു തീരുമാനം എടുക്കാനുള്ള കെൽപ്പോ ത്രാണിയോ ഇല്ല. അതെടുക്കാനുള്ള ആംബിയർ ഇല്ലാത്തവരാണ് മന്ത്രിമാർ. അത് വലിയൊരു പരാധീനതയാണ്. അതുകൊണ്ട് വലിയൊരളവ് വരെ ഉദ്യോഗസ്ഥന്മാരെയും ഈ പാർട്ടി തലത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചിട്ട്, അത് മന്ത്രിമാരല്ല, ഭരണം നടത്തുന്നവരുടെ സെക്രട്ടറിമാരാണ്. മന്ത്രിമാരുടെ സെക്രട്ടറിമാർ, ഗവൺമെൻറ് സെക്രട്ടറിമാരല്ല. അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ആജ്ഞകൾ നടപ്പാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ കടന്നു പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് ഭരണത്തിൻ്റെ ക്വാളിറ്റിയിൽ കുറവുണ്ട്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്തുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ധൂർത്തിന് ആർഭാടത്തിന് യാതൊരു കുറവില്ല. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു വിപ്രതിപത്തി ഈ സർക്കാരിനെ കുറിച്ചുണ്ട്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ട ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വികാരമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം വളരെ ശക്തമായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പരിതസ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനെ എങ്ങനെ ഇവർക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മന്ത്രിമാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ലിയോ നേരത്തെ സൂചിപ്പിച്ച പോലെ സമീപകാലത്തായിട്ട് ആ ഒരു ഘടകം കൂടുതൽ തെളിഞ്ഞു വരികയാണ്. പിന്നെ അതിനേക്കാൾ ഉപരി വേറൊരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രിയുടെ പഴയ ആജ്ഞാശക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അല്ലെങ്കിൽ ഇവരാരും തന്നെ അദ്ദേഹത്തിനെതിരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകൾക്കെതിരായിട്ട് ഒരു കലാപ കൊടി ഉയർത്തുകയോ വിപരീത സ്വരം ഉയർത്തുകയോ ചെയ്യുമായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അനാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അദ്ദേഹം സാമാന്യ ക്ഷീണിതനാണ്. പിന്നെ പിണറായി വിജയന് ശേഷം ആര് എന്നൊരു ചോദ്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് മുഹമ്മദ് റിയാസ് ആയിരിക്കും, അതോ റിയാസിനെ മറ്റു തരത്തിൽ എതിർക്കുന്ന, റിയാസ് വരാൻ പാടില്ല എന്ന് താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കുമോ എന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കലാപക്കൊടി ഉയർത്തുന്ന ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതല്ല. ഏതാണ്ട് 6-7 മാസം മുമ്പ് നമ്മൾ ഇതിൻ്റെ ചില സൂചനകൾ കണ്ടതാണ്. അത് PV അൻവറിൽ കൂടിയാണ് പുറത്തു വന്നത്. PV അൻവർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിമതന്മാരുടെ ഒരു കാണപ്പെട്ട ദൃഷ്ടാന്തമായിരുന്നു. PV അൻവറിന് ഈ വികാരപരമായിട്ട് അല്ലെങ്കിൽ എടുത്തു ചാടി സംസാരിക്കുന്ന ആളായതുകൊണ്ട് ഈ വിവാദത്തിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സ്ക്രൂ ചെയ്ത് രംഗത്തിറക്കിയതാണ്. അദ്ദേഹം തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, അത് CPM-ലെ പല നേതാക്കന്മാർ ഇപ്പോൾ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഇവരൊക്കെ കൂടി ചാടി കയറ്റിയിട്ടാണ് ഞാൻ ഈ പരിപാടിയായിട്ട് രംഗത്ത് വന്നത്, ഇപ്പോൾ ഞാൻ മാത്രമായി എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഇമേജ് തകർക്കാനും അദ്ദേഹത്തെ ഒരു അരുക്കാക്കാനും കഴിയുമെങ്കിൽ ഈ 9ാം വാർഷികത്തിന് മുമ്പായിട്ട്, അതായത് 4ാം വാർഷികത്തിന് മുമ്പായിട്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ഒരു ടീമിനെ അവതരിപ്പിച്ച് അവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ആലോചന ഉണ്ട്. അതിൽ CPM-ലെ ചില മുതിർന്ന നേതാക്കന്മാർക്ക് പങ്കുണ്ട്. പിന്നെ ചില മൂലധന ശക്തികൾ വളരെ ശക്തമായിട്ട്, പണത്തിൻ്റെ ഒരു പിന്തുണ വളരെ പ്രധാനമാണ്, അവർ രംഗത്തുണ്ടായിരുന്നു. ചില മാധ്യമങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ വലിയൊരു ശ്രമമായിരുന്നു. അതിൻ്റെ ഒരു മുൻപിൽ നിന്ന ആളാണ് അൻവർ. പക്ഷേ അൻവറിന് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ സമരത്തെ അല്ലെങ്കിൽ ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അതന്ന് വിജയിക്കാൻ കഴിയാതെ പോയത്. അതിനുശേഷം ഇവർ തൽക്കാലത്തേക്ക് പത്തി ഒതുക്കി ഇരിക്കുകയായിരുന്നു, ഈ മുതിർന്ന നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് വൈതാളികന്മാർ. ഇപ്പോൾ അവർ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ഇനിയും ഇത് വിട്ടുകൊടുത്താൽ ശരിയാവില്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന മട്ടിലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. പിന്നെ സർക്കാർ കൊട്ടിക്കൊഴിച്ചു വിട്ടുന്ന പല കാര്യങ്ങളും വലിയ പരാജയത്തിലേക്ക് പോകുന്നു. ഏറ്റവും വലിയ ഉദാഹരണം ഈ ദേശീയപാത വികസനത്തെ സംബന്ധിച്ച് കേരള സർക്കാരിന് അതിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കില്ല. ദേശീയപാത പണിക്കുന്നതൊക്കെ കേന്ദ്ര സർക്കാരാണെങ്കിൽ പോലും ഇത് നമ്മുടെ വലിയൊരു ഭരണ നേട്ടമാണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെ ഭർത്താവിൻ്റെയൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ വഴി ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വിപരീത വികാരം. ഇതിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി എത്രമാത്രം ഇതിൻ്റെ അകത്ത് ശ്രമിച്ചു,
അല്ലെങ്കിൽ കേരളത്തിൻ്റെ PWDക്ക് എന്തുമാത്രം ഇതിൽ പങ്കുണ്ട് എന്നൊന്നും ജനങ്ങൾ അന്വേഷിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ കാണുന്നത് മുഖൻ്റെയും മരുമകൻ്റെയും പോസ്റ്റർ വെക്കുന്നു, രണ്ടാം ദിവസം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അത് സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? സാധാരണക്കാർ അതിൽ നിന്ന് വായിച്ചെടുക്കുന്ന അർത്ഥം എന്താണ്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല തിരിച്ചടികളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ മാസപ്പടി സംബന്ധിച്ച വിവാദമുണ്ട്, ചില മന്ത്രിമാരെക്കുറിച്ചുള്ള അപവാദങ്ങളും വിവാദങ്ങളുമുണ്ട്, മന്ത്രി സജി ചെറിയാൻ്റെ വാവിട്ട വർത്തമാനമുണ്ട്, മറ്റ് പല ആളുകളെക്കുറിച്ച് പല ആക്ഷേപങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതിന് പുറത്താണ് ഇങ്ങനെയുള്ള പുതിയതായി ഉണ്ടായി വന്നിട്ടുള്ള വിവാദം. അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ അനാരോഗ്യം, അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തി നഷ്ടപ്പെടുന്നു എന്ന തോന്നൽ, പിന്നെ മുഖ്യമന്ത്രിക്ക് തീരെ താല്പര്യമില്ലാത്ത MA ബേബി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളും അവിടെ ഉണ്ട്. ഇതൊക്കെ LDFന് വിനയായി തീർന്നേക്കാവുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന്, അങ്ങ് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ആജ്ഞാശക്തി കുറയുന്നുണ്ടോ, ആ ആജ്ഞാശക്തി കുറയാൻ ഇടയാക്കിയത് മറ്റുള്ളവരുടെ ഇടപെടലാണോ എന്നൊക്കെ സംശയം തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. അതിൽ ശ്രീ പ്രദീപ് കുമാർ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നത്, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ റിയാസിനെ അനാവശ്യമായി ഉയർത്തിക്കാട്ടുന്നതും ക്രെഡിറ്റ് ഉന്നയിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം തന്നെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിലും പ്രശ്നങ്ങളുണ്ടെന്നാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രി നിയോഗിച്ച ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ, ഉന്നത പദവിയിലിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണ് കാര്യങ്ങൾ നീക്കുന്നത്, ധനകാര്യമന്ത്രിക്ക് കാര്യമായ പങ്ക് അവിടെ വഹിക്കാൻ സാധിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആകെ പൊറുതിമുട്ടിയ ഒരു വിഭാഗം യുവ നേതാക്കൾ അല്ലെങ്കിൽ കരുത്തരായ രണ്ടാം നിരയിലെ നേതാക്കൾ മുഖ്യമന്ത്രിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നു. ആ കലാപക്കൊടി ഇനി കൂടുതൽ വ്യാപകമാകാനുള്ള സാധ്യതയുണ്ടോ? ഇതൊക്കെ ഒരു സംശയമാണ്. പൊതുജനങ്ങൾക്ക് ആ ഒരു സംശയം വളരെ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഥവാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയൊന്നുമല്ലോ. ഇത് സ്റ്റാലിനിസ്റ്റ് മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഒരു സംവിധാനമാണ്. അവിടെ ഈ പരമോന്നത നേതാവായിട്ടിരിക്കുന്ന ആൾ, അയാൾ എത്ര ബുദ്ധിശൂന്യനാണെങ്കിലും അല്ലെങ്കിൽ ബുദ്ധിപരമായ കഴിവുകൾ നഷ്ടപ്പെട്ട ആളാണെങ്കിലും ആ സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം കാലം ആ സ്ഥാനത്ത് നിന്ന് നീക്കുക സാധാരണയിൽ എളുപ്പമല്ല. അത് സ്റ്റാലിനാണെങ്കിലും ശരിയാണ്, പോൾ പോൾട്ടറാണെങ്കിലും ശരിയാണ്, പിണറായി വിജയനാണെങ്കിലും ശരിയാണ്. അവരെ ആ സ്ഥാനത്ത് നിന്ന് എളുപ്പത്തിൽ നീക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് മറ്റുള്ളവർ ഇതിപ്പോൾ ഒരു പരിധിവരെ സഹിക്കാൻ മാർഗം. ഇപ്പോൾ എത്ര എതിർപ്പുണ്ടെങ്കിലും പല്ല് കടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുറുമുറുത്തുകൊണ്ട് ഈ സംവിധാനത്തിൽ തുടരാനല്ലാതെ ഒരു മാറ്റം വരുത്താനുള്ള ത്രാണി ഇവർക്ക് കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും അതിശക്തമായ ഇടപെടൽ വേറെ എന്തെങ്കിലും ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് ഇപ്പോഴത്തെ നിലയ്ക്ക് സാധ്യമല്ല. മറിച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട്, പിന്മുറക്കാരനായിട്ട് മരുമകൻ വരാതിരിക്കുക എന്ന ഒരു പരിമിതമായ ലക്ഷ്യത്തിലേക്കെങ്കിലും ഇവരുടെ ഈ പോരാട്ടത്തെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയും. പ്രത്യേകിച്ചും അഖിലേന്ത്യാ നേതൃത്വത്തിൽ MA ബേബി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ഇതിൻ്റെ അകത്ത് ഒരു അഭിപ്രായത്തിന് വകുപ്പെട്ട്, അതുപോലെ സംസ്ഥാന സെക്രട്ടറിക്കും ഒരു സുപ്രധാന ഘട്ടത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു നിലപാട് സ്വീകരിക്കും. അങ്ങനെ ഇതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കും. അല്ലാതെ പിണറായി വിജയനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനോ മരുമകന് ഇപ്പോഴുള്ള ഒരു പ്രാധാന്യം കുറയ്ക്കാനോ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇത് നമ്മൾ ഇത് മനസ്സിലാക്കാതെ വെറുതെ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ ഈ മന്ത്രിമാർക്ക് പലർക്കും എതിർപ്പുണ്ട്, അമർഷമുണ്ട് എന്നുള്ളത് ശരിയാണ്. മുഖ്യമന്ത്രിക്ക് ഇവരോടുള്ള പെരുമാറ്റത്തിലും ഇതുപോലെ പല അസ്വാരസ്യങ്ങളും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷേ എന്നാലും അവർക്ക് ഫലപ്രദമായി ഇദ്ദേഹത്തെ ചെറുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യാനോ ആ സ്ഥാനത്ത് ഇവരിൽ ഒരാളെ അവിടെ പ്രതിഷ്ഠിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിയുടെ അനാരോഗ്യം അതായിരിക്കുമോ അതുകൊണ്ടെങ്കിലും ചിലരെങ്കിലും ലക്ഷ്യമാക്കുന്നത്? അതായത് അനാരോഗ്യം മൂലം ഇനി അദ്ദേഹം മാറി നിൽക്കുമോ എന്ന് നല്ലൊരു ശതമാനം ആൾക്കാരും പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ? ഇപ്പോൾ അല്ല, അങ്ങനെ ഒരു പ്രതീക്ഷ അദ്ദേഹത്തെ മാറ്റാൻ സാധിക്കില്ല, പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ അനാരോഗ്യം മൂലമെങ്കിലും അദ്ദേഹം മാറുമോ എന്നാരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടാകുമോ? അല്ല, അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം മാറുമ്പോൾ ആര് വരും എന്നുള്ള ചോദ്യമാണ്. അദ്ദേഹം മാറുന്നവരെ അദ്ദേഹം തന്നെ ആയിരിക്കും.
യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ട് പറഞ്ഞ പോലെ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നവരെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാർട്ടിയുടെ സെറ്റപ്പ് അങ്ങനെയാണ്, ചട്ടക്കൂട് ആ രീതിയിലായതുകൊണ്ട് അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുകയില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് തുടരാൻ കഴിയും. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് എക്സംഷൻ ഉണ്ട്, പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹത്തിന് എക്സംഷൻ ഉണ്ട്, സംസ്ഥാന നേതൃത്വത്തിൽ അദ്ദേഹത്തിന് എക്സംഷൻ ഉണ്ട്, മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് എക്സംഷൻ ഉണ്ട്. അദ്ദേഹം ഒഴിച്ച് വേറെ ആരും തന്നെ ഒരു പ്രത്യേക പ്രായത്തിനപ്പുറം നിലനിർത്തിയിട്ടില്ല. ഇദ്ദേഹത്തോടൊപ്പം ഈ സ്ഥാനത്തുണ്ടായിരുന്ന എല്ലാ ആളുകളെയും തന്നെ ഒഴിവാക്കി അദ്ദേഹത്തെ മാത്രം തുടരാൻ അനുവദിച്ചു. അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുമ്പോൾ തന്നെ മുമ്പ് ഒരിക്കലും കേട്ടുകേൾവില്ലാത്ത പോലെ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിനെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും താരതമ്യേന ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ഭരണപരിചയം കുറഞ്ഞ അദ്ദേഹത്തിന് വളരെ എണ്ണപ്പെട്ട വകുപ്പുകൾ, ഒന്ന് പൊതുമരാമത്താണ്, മറ്റൊരു ടൂറിസമാണ്, ഇങ്ങനെയുള്ള വകുപ്പുകൾ ഏൽപ്പിച്ചു കൊടുക്കും. മാത്രവുമല്ല ഒരു ഭരണഘടനാ ബാഹ്യശക്തിയായിട്ട് ഈ മരുമകൻ വളർന്നു വരുന്നു. ബാക്കി മന്ത്രിമാരുടെയൊക്കെ വകുപ്പുകളിൽ ഇദ്ദേഹം ഇടപെടുന്നു. അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ കാര്യത്തിൽ പോലും ഇദ്ദേഹം ഇടപെട്ട് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി ഉള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് തീർച്ചയായിട്ടും പാർട്ടിക്കാരുടെ ഇടയിൽ വലിയ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പാർട്ടിക്കാർക്ക് മുറുമുറുപ്പുണ്ട്, പക്ഷെ തുറന്നു പറയാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് അവസ്ഥ. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ദേശീയപാത, അതിൽ ദേശീയപാത അതോറിറ്റിക്കാണ് പ്രധാനപ്പെട്ട പങ്ക്. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കലാണ് സംസ്ഥാന സർക്കാരിനുള്ള ഉത്തരവാദിത്വം. പക്ഷേ ഈ ദേശീയപാതയിൽ വിള്ളൽ വീഴുന്നത് വരെ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും ഒക്കെ തന്നെ വലിയ ക്ലെയിമാണ് ആ ഒരു വിഷയത്തിൽ ഉന്നയിച്ചു കൊണ്ടിരുന്നത്. ഇത് യാഥാർത്ഥ്യമാക്കിയത് തങ്ങളാണ് എന്നുള്ള തരത്തിൽ. ഇപ്പോൾ അത് ഉത്തരവാദിത്വം പൂർണ്ണമായും കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ ദേശീയപാത കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം കന്യാകുമാരി വരെ, തിരുവനന്തപുരത്തിനപ്പുറത്ത് കന്യാകുമാരി വരെ പൂർണ്ണമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും അതിനൊരു കുഴപ്പവും ഉണ്ടാകില്ലായിരുന്നുവെങ്കിൽ ഇടത് സർക്കാരിന് വലിയൊരു നേട്ടം അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇനി പുതിയൊരു സാഹചര്യത്തിൽ അത് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്ഷീണമുണ്ടാക്കുമോ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ? അല്ല, അത് നേട്ടമായിട്ട് അവർ ചിത്രീകരിക്കുമായിരുന്നു. സത്യവുമായിട്ട് അതിന് ബന്ധമില്ല എങ്കിൽ പോലും. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് ഏതാണ്ട് ഒരേ രീതിയിലുള്ള തകരാറ് പ്രത്യക്ഷപ്പെടുകയും അത് ജനങ്ങളുടെ സജീവ ചർച്ചാ വിഷയം ചെയ്തപ്പോഴാണ് ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്, ഞങ്ങൾക്ക് ഇതിൽ വലിയ പങ്കൊന്നുമില്ല എന്ന് ഇവർ തുറന്ന് സമ്മതിക്കാൻ തയ്യാറായി. അത് സത്യവുമാണ്, പറയത്തക്ക പങ്കൊന്നും ഇവർക്കില്ല. ആ ജോലി ചെയ്യേണ്ടത് കേന്ദ്രം ഏൽപ്പിച്ച നാഷണൽ ഹൈവേ അതോറിറ്റി, അവർ കോൺട്രാക്ട് കൊടുത്ത കോൺട്രാക്ടർമാരുമാണ്. അപ്പോൾ പരാജയം ഉണ്ടായത് ആ ഭാഗത്താണെന്നുള്ള വ്യക്തമാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPM ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. കാരണം അവർ ഫ്ലക്സ് അടിച്ചു, ഞങ്ങളുടെ നേട്ടമാണ് എന്ന് അവകാശപ്പെട്ടു. അപ്പോൾ ആ ഒരു ഡൈലമ അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ ബോധ്യമുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ പാപഭാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം മുൻപ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ തന്നെ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റർ പ്രത്യക്ഷപ്പെടുക, അതുപോലെ തന്നെ ഫ്ലെക്സുകൾ വരിക. അത് ഏതെങ്കിലും 1-2 സ്ഥലത്തായിരിക്കും. പക്ഷേ അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുണ്ട്. അത് അച്ചടക്ക ലംഘനമാണ്, വ്യക്തിപൂജ അനുവദിക്കുന്നതല്ല ഈ പാർട്ടിയിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ 9 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിലും മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുത്തിയതുപോലെ തന്നെ ആ കാര്യത്തിലും മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ട് പോലും വന്നിട്ടുണ്ട്. കാരണഭൂതൻ എന്നുള്ള പാട്ടൊക്കെ അതിനെ തുടർന്നുണ്ടായതും അങ്ങ് തന്നെ കാരണഭൂതൻ്റെ 9 വർഷം എന്നുള്ള രീതിയിൽ അതിനെ പരാമർശിച്ച് സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി പൂജയിലേക്ക് പിണറായി സ്വയം നടന്നു പോകുന്നതിനും ഈ 9 വർഷം നമ്മൾ കണ്ടില്ലേ, സാക്ഷ്യം വഹിച്ചില്ലേ? അത് 9 വർഷമല്ല, അതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രവണത കാണപ്പെട്ടിരുന്നു. കാരണം മുമ്പൊക്കെ സർക്കാരിന് LDF സർക്കാർ എന്ന് മാത്രമേ പരാമർശിച്ചിരുന്നു. നയനാർ സർക്കാർ എന്ന് അല്ലെങ്കിൽ VS സർക്കാർ എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും പറഞ്ഞിരുന്നില്ല, ഇടതുമുന്നണി പറഞ്ഞിരുന്നില്ല. എപ്പോഴും ഇടതുമുന്നണി സർക്കാർ, LDF സർക്കാർ എന്നാണ് പറഞ്ഞത്. നയനാരുടെ 3 സർക്കാരും അച്യുതാനന്ദൻ്റെ 1 സർക്കാരും LDF സർക്കാരുകൾ. പക്ഷേ പിണറായി വിജയൻ വന്ന് 2ാമത്തെ കൊല്ലം മുതൽക്ക് പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞ് അതിൽ പോലും അദ്ദേഹത്തെ ഒന്ന് മുന്നോട്ട് കയറ്റിവെക്കുന്ന ഒരു പ്രവണത അവിടെ നിന്ന് കണ്ടുപിടി. പിന്നെ അത് വ്യാപിച്ചു. ഈ സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരൊക്കെ ഇദ്ദേഹത്തെ നിതരാം പ്രശംസിക്കുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. അങ്ങനെ ഒരു പ്രവണത നമ്മൾ കാണാൻ തുടങ്ങി. അത് പിന്നീട് ഇദ്ദേഹത്തിനെ വാഴ്ത്തിക്കൊണ്ടുള്ള അവദാനങ്ങൾ, ഈ പാർട്ടി ലോകമെങ്ങും പ്രക്ഷോഭിക്കാൻ കാരണഭൂതൻ
പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന രീതിയിൽ കൈകൊട്ടിക്കളി പാട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രവണത എന്ന് പറഞ്ഞാൽ വ്യക്തിപൂജ തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് പി ജയരാജൻ്റെ വ്യക്തിപൂജ മാത്രമേ പാർട്ടിക്ക് അഹിതകരമായിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് സ്തുതിച്ചാലും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. പക്ഷേ മുഖ്യമന്ത്രിയെയാണ് പ്രശംസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പാർട്ടിയിലെ ബുദ്ധിജീവികളും വൈതാളികന്മാരൊക്കെ തൽക്കാലത്തേക്ക് നിശബ്ദതയിലാണ്. ഇദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇവരൊക്കെ കൂടി തിരിച്ചു വരികയും പുള്ളി ചെയ്തത് തെറ്റായിപ്പോയി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് കുറച്ച് വെല്ലുവിളികളെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. മറുവശത്ത് നിൽക്കുന്നവരുടെ കാര്യം, അവരുടെ ശക്തി ദൗർബല്യങ്ങൾ കൂടി ആ വിഷയത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? അപ്പോൾ മറുവശത്ത് കോൺഗ്രസ് ഉണ്ട്, ഇപ്പോൾ BJPയും ഒരു ശക്തമായ സാന്നിധ്യമായി നിലകൊള്ളുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇടതുപക്ഷ മുന്നണിക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചേക്കാം മുൻകാലങ്ങളെ പോലെ തന്നെ. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം ഇടതുപക്ഷത്തിൻ്റെ വരുതിയിൽ നിൽക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്? അല്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഗുണദോഷങ്ങൾ മാത്രമാണ്. ഇതിന് തത്തുല്യമായ രീതിയിൽ വലതുപക്ഷത്തിനും പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് UDF ആണ്. UDFനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പ്രബല ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ അപ്രസക്തമായി. ഇപ്പോൾ ആ സാധനം ഇല്ല. അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് എന്ന് പറഞ്ഞ പഴയ പോലെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് ഒരു അവകാശം എന്ന രീതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല. മാറ്റർ ഓഫ് റൈറ്റായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവരൊക്കെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യണം എന്ന് ഇനി ശടിക്കാൻ പറ്റിയില്ല. കുറേ ആളുകളൊക്കെ PJ ജോസഫിൻ്റെ കൂടെ പോയി. അല്ല, PJ ജോസഫിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ. ഒരു വിഭാഗം ആളുകൾ മാണിയുടെ കൂടെ പോയി, ജോസ് കെ മാണിയുടെ കൂടെ പോയി. മെത്രാന്മാരുടെ പിന്തുണയുള്ളത് ആ വിഭാഗത്തിനാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള ഈ സാമുദായിക ധ്രുവീകരണമുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ. മുസ്ലിങ്ങളോട്, മുസ്ലിം ലീഗിനോടൊക്കെയുള്ള ഒരു വിയോജിപ്പ്, വിപ്രതിപത്തി, അതിന് പല ഘടകങ്ങളുണ്ട്. ദേശീയവും ദേശാന്തരികവുമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഗസയിലെ ആക്രമണമുണ്ട്, അല്ലെങ്കിൽ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വഖഫ് നിയമ ഭേദഗതി, മുനമ്പം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. ആ വോട്ട് പഴയ പോലെ ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ക്രിസ്ത്യാനിയുടെ വോട്ടില്ലെങ്കിൽ പിന്നെ UDF ഇല്ല, കോൺഗ്രസ് ഇല്ല. അതൊരു വലിയ പരാധീനതയാണ്. പിന്നെ നായർ വോട്ടുകൾ, അത് ഒരു കാലത്ത് സ്ഥിരം കോൺഗ്രസിൻ്റെ അട്ടിപ്പറ, അതിൽ ഗണ്യമായൊരു ഭാഗം BJPയുടെ കൂടെ പോയി കഴിഞ്ഞു. മറ്റ് പിന്നാക്ക ഹിന്ദുക്കൾ പൊതുവെ കോൺഗ്രസിനോട് താല്പര്യമുള്ളവരല്ല, പണ്ട് മുതലേ അല്ല. പക്ഷേ അവരിലൊരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ അതും പഴയ പോലെ കിട്ടിക്കൊള്ളണം എന്നില്ല. മുസ്ലിം വോട്ടുകളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് മിക്കവാറും മുസ്ലിം ലീഗും കോൺഗ്രസും അട്ടിപ്പേറാക്കി വെച്ചിരിക്കണം. അതിൽ വലിയ മാറ്റം വന്നിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ കോൺഗ്രസ്സിന് പഴയ പോലെ ആത്മവിശ്വാസം കൂടി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുകയില്ല. അതാണ് സത്യത്തിൽ LDFനുള്ള ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത്. UDFന് അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടുന്നത് CPMനായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിലാണ് അവരുടെ പ്രതീക്ഷ. പിന്നെ ഹിന്ദു വോട്ടുകൾ വ്യാപകമായ രീതിയിൽ BJP കടന്നു കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടാക്കും എന്നുള്ളതല്ല, പക്ഷേ അവരുടെ ഒരു സാന്നിധ്യം ആർക്കായിരിക്കും കൂടുതൽ ഗുണമാകുക അല്ലെങ്കിൽ ആർക്കായിരിക്കും ദോഷമാകുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വിധി നിർണ്ണയിക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, അപ്പോൾ സാധ്യതകളുണ്ട് പിണറായി 3-ന് അല്ലേ? തീർച്ചയായിട്ടും ആ സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. കാരണം അദ്ദേഹത്തിന് പല സൗകര്യങ്ങളുണ്ട്. ഒന്ന്, ഈ CPMൻ്റെ സംഘടനാ സംവിധാനമുണ്ട്. ഗ്രാമഗ്രാമാന്തരങ്ങളിലൊക്കെ പോയി പ്രവർത്തിക്കാനായിട്ട് പാർട്ടിയുടെ അണികൾ, പാർട്ടി മെമ്പർമാർ, പാർട്ടിയുടെ അനുഭാവ ഗ്രൂപ്പുകൾ, SFI, DYFI പോലെയൊക്കെയുള്ള സംവിധാനം, ഇതൊക്കെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കും. പിന്നെ കോൺഗ്രസിനെ അപേക്ഷിച്ച് പണം കൂടുതലുള്ളത് CPMൻ്റെ കയ്യിലാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടാവും. പിന്നെ സ്ഥാനാർത്ഥികളുടെ നിർണ്ണയത്തിലൊക്കെ പാർട്ടി ഈ മാതിരി കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തും. അങ്ങനെ ഒരു സേഫ് വിക്കറ്റിലാണ് CPM നിൽക്കുന്നത്. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് ഇങ്ങനെയുള്ള അനുകൂല ഘടകങ്ങളൊന്നും തന്നെയില്ല. അവർക്ക് ആകെ സൗകര്യമുള്ളത് എന്താ വെച്ചാൽ ഈ 10 കൊല്ലം പിന്നിടുന്ന LDF സർക്കാരിനോട് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിയോജിപ്പ്, വിപ്രതിപത്തി, അതൊരു ആൻറ്റി ഇൻകംബൻസി വേവായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലാതെ എളുപ്പമല്ല. ഈ ആൻറ്റി ഇൻകംബൻസി പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മറുവശത്തുള്ളവർ ശ്രമിക്കുന്നതായോ അവരെ കൊണ്ട് കഴിയുമെന്നോ ഉള്ള ഒരു തോന്നലും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കാരണം പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്താൻ പോലും ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്. അല്ല, അതൊരു വലിയ പരാധീനത തന്നെയാണ്. പ്രക്ഷോഭം ഉയർത്തൽ മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ട് അഭിപ്രായം പറയാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും. എത്ര പേര് ജാഥയിൽ പങ്കെടുത്തു എന്നുള്ളതല്ല,
അല്ലെ ഒരു പോയിന്റ് കടക്കാനായിട്ട് ജാഥ എത്ര മണിക്കൂർ എടുത്തു എന്നുള്ളതല്ല. അതിലൊന്നും ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയോ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഈ കൊള്ളരായ്മകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, ജനങ്ങളെ ഈ വിഷയത്തിൽ ജാഗരൂകനാക്കാൻ വേണ്ട ആ ഒരു മുൻകൈ, ഒരു രാഷ്ട്രീയമായിട്ടുള്ള മുൻകൈ UDFൻ്റെ ഭാഗത്തില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതാണ് അവരുടെ ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പ് എന്ന് ഞാൻ വിചാരിക്കും. ഒരു വശത്ത് BJPയും പ്രതീക്ഷയോടെയാണ് രാജീവ് ചന്ദ്രശേഖരനെ നോക്കുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു മൂന്നാം പിണറായിക്ക് തടയിടാൻ? ഇല്ല, BJPക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഇവിടുത്തെ BJPക്കാരുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദേശീയ നേതൃത്വത്തിലുള്ള BJPക്കാരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നരേന്ദ്രമോദി അമിത്ഷായൊക്കെ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഇനിയും ഇടതുപക്ഷ സർക്കാർ തന്നെ വരണം എന്നുള്ളതാണ്. കാരണം BJPക്ക് ഭരണം പിടിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം ഉറപ്പാക്കാനായിട്ട് ഈ മുന്നണിക്ക് സാധിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് കേന്ദ്ര നേതൃത്വം വിചാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ BJP സംബന്ധിച്ചോളം ഭരണം പിടിച്ചു കളയാം എന്ന വ്യാമോഹമൊന്നും അവർക്കുമില്ല. കൂടിയാൽ 2-3 സീറ്റ്, ഏറിയാൽ 4-5 സീറ്റ്, അതിൽ കൂടുതലൊന്നും കിട്ടുകയില്ല എന്ന ഒരു ധാരണയിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും അഡ്വക്കേറ്റ് A. ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് പിണറായി 3-ന്, അതായത് മൂന്നാം പിണറായി സർക്കാരിനുള്ള സാധ്യതകൾ തുറന്നു കിടപ്പുണ്ട്. അതിന് തടയിടുവാൻ UDFന് ഇതുവരെ സാധിച്ചിട്ടില്ല. ആൻറ്റി ഇൻകംബൻസി പരമാവധി പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. ഇനിയിപ്പോൾ ആൻറ്റി ഇൻകംബൻസി അത് അഭൂതപൂർവമായി കുതിച്ചുയർന്നാൽ മാത്രമേ പിണറായിക്ക് തടയിടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ പാർട്ടി ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അച്ചടക്കത്തിൻ്റെ രീതിയിൽ ഒക്കെ തന്നെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. BJP ആണ് എങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത. അതായത് പിണറായി സർക്കാർ തുടർന്നോട്ടെ, അതിനുള്ള വലിയ തടസ്സമൊന്നും സൃഷ്ടിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ നിലപാടുമെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. വെല്ലുവിളികൾ നിരവധി മുന്നിലുണ്ട് ഇടത് സർക്കാരിന്. അതൊക്കെ അവർക്ക് തരണം ചെയ്യാനുള്ള മെയ്വഴക്കമുണ്ടെന്ന് ഈ കഴിഞ്ഞ 9 വർഷവും പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞു. പിണറായിക്കൊത്തൊരു ഒപ്പോസിഷൻ ലീഡറെ നമുക്ക് ഇനിയും കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെയധികം നന്ദി സാർ ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തതിന്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.